സാമ്പത്തിക ബാധ്യതയും ഒറ്റപ്പെടലും അവഗണനയും എല്ലാം സഹിച്ച് പ്രതികരിക്കാനാവാതെ നിശബ്ദരായി നിൽക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടല്ലേ. അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് അടുക്കളയിൽ നിന്നാണ്. സ്വന്തം ആവശ്യങ്ങൾ മറന്നുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. എന്നാലും അവരുടെ വേദന ആരും കാണുന്നില്ല. നിനക്ക് എന്ത് ജോലിയാ, വീട്ടിലിരുന്ന് എന്താ ഇത്ര കഷ്ടപ്പാട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അവളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. പ്രതികരിക്കാനാവാത്ത അവസ്ഥയിൽ ദേഷ്യം വരാം, വേദനിക്കാം, കരയണമെന്ന് തോന്നും. പക്ഷേ പ്രതികരിച്ചാൽ അവിടെ വഴക്കാവുന്നു, മിണ്ടുന്നത് കള്ളമാവുന്നു, കരഞ്ഞാൽ അഭിനയമാവുന്നു. അങ്ങനെ അവളെ മിണ്ടാതിരിക്കാൻ പഠിപ്പിക്കുന്നു. ഒരു സ്ത്രീ വീട്ടമ്മയായാൽ തൊട്ട് അവൾ സ്വന്തം സ്വപ്നങ്ങൾ അലമാരയിൽ അടുക്കി വയ്ക്കുന്നു. അവളുടെ ആഗ്രഹം, വരുമാനം, സ്വാതന്ത്ര്യം എല്ലാം അവൾ ഒളിച്ചു വയ്ക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഒരു വീട്ടമ്മയാണോ നിങ്ങൾ? എങ്കിൽ തീരുമാനമെടുക്കൂ. വീണെടുത്തു നിന്ന് കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കണമെന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ഇങ്ങനെ തന്നെയാണോ എൻ്റെ ജീവിതം? എന്നെ ആരും വന്ന് രക്ഷിക്കില്ല, എനിക്ക് സ്വയം എഴുന്നേറ്റേ മതിയാവൂ. നിങ്ങളൊരു പാവം വീട്ടമ്മയാണെങ്കിൽ, അവഗണിക്കപ്പെട്ടവളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ അറിയൂ. എല്ലാ വ്യക്തികളും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടാവും. പക്ഷേ പലരും പലതിൽ നിന്നും വ്യത്യസ്തരാണ്. നിങ്ങളുടെ കയ്യിലേക്കൊന്ന് നോക്കൂ. 5 വിരലുകളുള്ളതിൽ 5 എണ്ണവും വ്യത്യസ്തമല്ലേ? അതുപോലെ മനുഷ്യരും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാഴ്ചയിലും എല്ലാം വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും അവഗണിച്ചാലും ഒറ്റപ്പെടുത്തിയാലും എന്നെ ഒന്നും ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ പോരാടണം. ജീവിതം മുന്നേറാനുള്ളതാണ്, പിന്മാറാനുള്ളതല്ല. നിങ്ങളുടെ ശബ്ദത്തിന് വിലയുണ്ട്. നിശബ്ദതയല്ല നിങ്ങളുടെ ആയുധം, നിങ്ങളുടെ ശബ്ദമാണ്. സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കൂ, ഇന്നെനിക്ക് എല്ലാം ശരിയായിട്ടില്ല, പക്ഷേ ഞാൻ ശ്രമിക്കുന്നു. എനിക്ക് മുന്നേറണം. ഞാൻ തോറ്റിട്ടില്ല, ഇനി തോൽക്കുകയുമില്ല. ഒരു നാൾ എൻ്റെ പഴയ ജീവിതം എന്നെ തേടി വരും. നിങ്ങൾ ശക്തിയാണ്. നിങ്ങളൊരു വീട്ടമ്മ മാത്രമല്ല, ഒരുപാട് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള അതിജീവിത കഥയാണ്.